ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേൽ കർത്താവ് ഇടപെടാൻ പോകുന്നു. കർത്താവാണ് നമ്മുടെ ഇടയൻ. അവിടുന്ന് നമുക്കൊന്നിനും കുറവുണ്ടാക്കുകയില്ല. ഇന്ന് വസ്തു വിൽക്കാനായി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും സാധിക്കുന്നില്ല എങ്കിൽ ഒത്തിരി വ്യക്തികളെ കണ്ടു, പല ബ്രോക്കർമാരെ കണ്ടു, ഒത്തിരി പേർ നമ്മുടെ വസ്തു വാങ്ങാൻ നോക്കി. എന്നാൽ എല്ലാവരും വാഗ്ദാനം ചെയ്തു പോകുന്നതല്ലാതെ ആരും അത് വാങ്ങാൻ വരുന്നില്ല എങ്കിൽ നിങ്ങൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോവുകയാണ് എങ്കിൽ വസ്തു വിറ്റിട്ട് ഒത്തിരി കടബാധ്യതകൾ തീർക്കാനും കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താനും വിദേശയാത്രയ്ക്കുമായി പല ആവശ്യങ്ങൾക്ക് സാമ്പത്തികം വേണ്ടതിനാൽ ഒരു പുതിയ വീട് വെക്കുന്നതിന്, മറ്റൊരു വസ്തു വാങ്ങിക്കുന്നതിന് എല്ലാമായി നിങ്ങൾ വസ്തു വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളുടെ വസ്തുവിന്മേലുള്ള തടസ്സങ്ങൾ മാറ്റി അവിടുത്തെ ശക്തമായ കരം നിങ്ങളുടെ വസ്തുവിനെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വസ്തു വാങ്ങാനുള്ളവരും വിൽക്കാനുള്ളവരും ഈ പ്രാർത്ഥന കാണാതെ പോകരുത്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് തീർച്ചയായും ഇടപെട്ടിരിക്കും. ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് വസ്തു ഇടപാടുകളുമായി വേദനിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക. ഒത്തിരി പേർ വസ്തു തർക്കങ്ങളിലും കോടതി കേസുകളിലും കഴിയുന്നുണ്ട്. വസ്തുവിൻ്റെ തർക്കം കാരണം സഹോദരങ്ങൾ തമ്മിലുള്ള കോടതി കേസുകൾ, വസ്തുവിലുള്ള അയൽപ്പക്കക്കാരുടെ തർക്കങ്ങൾ, കലഹം, ഇതിനെയെല്ലാം ചൊല്ലി നിങ്ങൾ വേദനിച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകിയിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കർത്താവിന് സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യുവാനുള്ള വസ്തുവിനെയും അതിൻ്റെ അതിരുകളെയും കർത്താവിൽ സമർപ്പിക്കാം. അതിലുള്ള വൃക്ഷലതാദികളെയും അതിലുള്ള കെട്ടിടങ്ങളെയും കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് ഇന്ന് നിങ്ങളുടെ വസ്തുവിനെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇനി വസ്തു ക്രയവിക്രയം ചെയ്യാൻ അല്ല എങ്കിൽ പോലും വസ്തുക്കളുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ പ്രാർത്ഥന കേൾക്കുക, അത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വസ്തുവിന്മേലുള്ള സകല ശാപദോഷ ബന്ധനങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നീക്കം ചെയ്തിരിക്കും. വിശ്വാസത്തോടെ നമ്മെ തന്നെ നമ്മുടെ ഇടയനായ ദൈവത്തിലേക്ക് സമർപ്പിച്ച്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതും, എനിക്ക് അവിടുന്ന് നീതി നടത്തിത്തരും, എനിക്ക് വിൽക്കാനുള്ള സ്ഥലം അത് ദൈവഹിതപ്രകാരം തന്നെ ഞാൻ വിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ സഹായത്തോടെ ഞാനത് വിൽക്കും എന്ന ഉറപ്പോടുകൂടി നിങ്ങളുടെ മറ്റേതെങ്കിലും നിയോഗങ്ങളുണ്ട് എങ്കിൽ അതും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 23:1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അവിടുന്ന് ഞങ്ങളുടെ ഇടയനായ ദൈവമാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഇടയനായതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവുകയില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന ആ വിശ്രമം, ആ സമാധാനപരമായ ജീവിതം ഇന്ന് ഞങ്ങൾ ആഗ്രഹത്തോടെ ആവശ്യപ്പെടുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ നാഥനായി, ഇടയനായി ഞങ്ങൾ നിന്നെ ഏറ്റുപറയുന്നു. അവിടുത്തെ ഞങ്ങൾ വാഴിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ വസ്തുവകകളുടെ ഇടയനായി ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ വിൽക്കാനുള്ള വസ്തുവിനെ, ഞങ്ങൾക്ക് വാങ്ങാനുള്ള വസ്തുവിനെ നീ ആയിരിക്കണം അതിൻ്റെ ഇടയൻ. കർത്താവേ, നീ ഇടയനായുള്ള ഞങ്ങളുടെ വസ്തുവിനെ അത് ക്രയവിക്രയം ചെയ്യാൻ നീ തന്നെ അതിന്മേൽ ഇടപെടണമേ. അത് വാങ്ങാനുള്ള വ്യക്തിയെ നീ തന്നെ ഒരുക്കി അത് ഏത് വിലയ്ക്ക്, ന്യായമായ വിലയ്ക്ക് അത് വിറ്റുപോകാൻ അതിനുള്ള വ്യക്തിയെ നീ ഒരുക്കി. ഇന്ന് ഞങ്ങളുടെ വസ്തു വിൽപ്പനയ്ക്ക് നീ ശക്തമായി തന്നെ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനം ഇപ്രകാരം പറയുന്നു: നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവേ, നീ നൽകിയ ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ, ഞങ്ങളുടെ പൂർവികരിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ ദാനമായ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വസ്തു, അത് നിന്റെ സമ്പത്താണ്, നിന്റെ ദാനമാണ്. അതിനാൽ തന്നെ അതിപ്പോൾ ക്രയവിക്രയം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അത്രമാത്രം ഞങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കർത്താവേ, ചില വ്യക്തികൾ ഇത് താമസം മാറുന്നതുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഒരുപക്ഷെ വിദേശത്തേക്ക് മാറാൻ പോകുന്നതുകൊണ്ട് ഇത് വിൽക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, ഇപ്പോഴത്തെ സാമ്പത്തിക ദുരിതങ്ങളെ മറികടക്കാൻ ഇതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു നിവൃത്തിയില്ല. അതിനാൽ തന്നെ ഞങ്ങൾക്ക് നീ നൽകിയ വസ്തു അത് ക്രയവിക്രയം ചെയ്ത് ന്യായമായ വിലയ്ക്ക് അത് വിൽക്കുവാൻ അതിന് യോഗ്യതയുള്ള വ്യക്തികളെ നീ ഞങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണമേ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വസ്തു, ഞങ്ങൾക്ക് നീ ദാനമായ ഞങ്ങളുടെ പേരിലുള്ള വസ്തുക്കളെ ഓരോന്നും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ വസ്തുക്കൾ സഹോദരങ്ങൾ തമ്മിൽ കോടതി കേസുകൾ നടക്കുന്നതുകൊണ്ട് ആ വസ്തു ക്രയവിക്രയം ചെയ്യാനോ ഒന്നും തന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിന്മേൽ നീ ഇപ്പോൾ തന്നെ ഇടപെടണമേ. അയൽക്കാരുമായി തർക്കങ്ങളുള്ള വസ്തുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീയാണ് വസ്തുവിൻ്റെ അതിരുകൾ നിശ്ചയിക്കുന്നവൻ. അതിനാൽ തന്നെ ആ ഞങ്ങളുടെ വസ്തുക്കളുടെ അയൽവാസികളുടെ മേലും നീ ഇടപെടണമേ. ഞങ്ങളുടെ വസ്തുക്കൾ നീ തന്ന ദാനമായതിനാൽ അത് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും നീ ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവേ, പൂർവിക ശാപം ഏറ്റിട്ടുള്ള വസ്തുക്കളിന്മേൽ ഇപ്പോൾ നിന്റെ അനുഗ്രഹം ഒഴുക്കണമേ. ആരെങ്കിലും ഞങ്ങളുടെ വസ്തുവിനെയോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെയോ വീടിനെയോ ഞങ്ങൾ വിൽക്കാൻ പോകുന്ന സ്ഥലത്തെയോ ആരെങ്കിലും ശപിച്ചിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ശാപവാക്കുകൾ ആ വസ്തുവിന്മേൽ വന്നിട്ടുണ്ടെങ്കിൽ, അതിലുള്ള വൃക്ഷലതാദികളുടെ മേൽ വന്നിട്ടുണ്ട് എങ്കിൽ, കർത്താവേ, ഇന്ന് നിന്റെ അനുഗ്രഹത്താൽ ആ ശാപത്തെ ഞാൻ ഖണ്ഡിച്ചു കളയുന്നു. കർത്താവായ ദൈവമേ, ഫലം തരാത്ത കൃഷിഭൂമികൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഫലം നൽകുന്നവൻ കർത്താവാണ്. അതിനാൽ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വസ്തുവകകളെ നീ അഭിഷേകം ചെയ്ത് അത് യഥാകാലം ഫലം തരുന്നതിന് വേണ്ടി കർത്താവെ, നീ ആ വസ്തുവിന്മേൽ നീ സ്പർശിക്കണമേ, ആ ഭൂമിയിന്മേൽ നീ സ്പർശിക്കണമേ. കർത്താവെ, ഇഴജന്തുക്കളുടെ ശല്യമുള്ള വസ്തുക്കൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ശക്തമായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തി, ആ വസ്തുവിന്മേൽ കാവൽ നിർത്തി മാരകമായ
ഇഴജന്തുക്കൾ, വിഷജന്തുക്കൾ അതിലെ കടക്കാൻ നീ അനുവദിക്കരുതേ. നിന്റെ ശക്തരായ ദൂതർ ഞങ്ങളുടെ വസ്തുവിന്മേൽ നീ കോട്ട കെട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊലപാതകങ്ങൾ നടന്ന, രക്തച്ചൊരിച്ചിലിന് കാരണമായ ഭൂമി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് ആ രക്തച്ചൊരിച്ചിൽ നടന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കണമേ. അതിലെ പാപമാലിന്യങ്ങളെ നീ ക്ഷമിക്കണമേ. നിന്റെ തിരുരക്തം ആ വസ്തുവിന്മേൽ ഒഴുക്കി അതിലുള്ള സകല ഫലം തരുന്ന വൃക്ഷങ്ങളിന്മേൽ ഒഴുക്കി എല്ലാ ശാപക്കെട്ടുകളും പാപക്കെട്ടുകളും അവിടുന്ന് വിട്ടുകളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപകട മരണങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, പൈശാചിക ഉപദ്രവങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇവയിൽ നിന്നെല്ലാം ഞങ്ങളെ നീ രക്ഷിക്കണമേ. താമസിച്ചാൽ ഒരു പുരോഗതിയും ഉണ്ടാകാത്ത സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. രോഗപീഠകൾ വിട്ടകലാത്ത സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. എപ്പോഴും പരാജയം മാത്രം ഉണ്ടാകുന്ന സ്ഥലങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വാങ്ങാൻ പോകുന്ന സ്ഥലം ഇവയിൽ നിന്നെല്ലാം മോചിതമായി നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച ഒരു സ്ഥലമായിരിക്കണം ഇപ്പോൾ ഞങ്ങൾ വാങ്ങുന്നത്. കർത്താവേ, സ്ഥലം വിൽക്കാനുള്ള എല്ലാവർക്കും മേൽ നീ കരുണയുണ്ടായി അവരുടെ സ്ഥലത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇപ്പോൾ നിന്റെ തിരുരക്തം ഒഴുക്കി ആ സ്ഥലത്തെ നീ വിശുദ്ധീകരിച്ച് അത് ക്രയവിക്രയം ചെയ്യാനുള്ള ഒരു നല്ല വസ്തുവായി അത് മാറ്റണമേ. അത് വാങ്ങിക്കുന്നവർക്ക് അത് വാങ്ങിക്കുമ്പോൾ അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ ഈ സ്ഥലം വിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് വാങ്ങുന്നവരെ നീ അനുഗ്രഹിക്കണമേ. അവർക്കൊരു ജീവിത മാർഗത്തിനുള്ള വഴി ഈ സ്ഥലത്തിൽ കൂടി നീ തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ വിൽക്കുന്ന ഭൂമിയും അതിലുള്ളതെല്ലാം അങ്ങയുടേതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. കർത്താവേ, ഈ ഭൂമി വിൽപ്പന ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. വിൽപ്പനയുമായി സംബന്ധിക്കുന്ന ഓരോ ചർച്ചയിലും താല്പര്യമുള്ള ഓരോ വാങ്ങുന്ന വ്യക്തിയിലും എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അങ്ങയുടെ ദിവ്യ അനുഗ്രഹം നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ തുറക്കുന്ന ദൈവമാണ് നീ. ഈ വിൽപ്പനയ്ക്ക് ശരിയായ വാതിൽ നീ തുറക്കണമേ. ഗൗരവമുള്ളവരും സത്യസന്ധരും യോഗ്യരുമായുള്ളവരെ അത് വാങ്ങാൻ നീ ഏർപ്പെടുത്തണമേ. കർത്താവേ, സമാധാനപരമായി വസ്തു ക്രയവിക്രയം ചെയ്ത് സമാധാനപരമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വസ്തു വാങ്ങാൻ യോഗ്യരായുള്ളവരെ ഞങ്ങളുടെ അടുത്തേക്ക് നീ കൊണ്ടുവരണമേ. കർത്താവേ, ഈ ക്രയവിക്രയം ഏറ്റവും സുഗമവും സമയബന്ധിതവും ലാഭകരവുമാക്കി മാറ്റി തീർക്കണമേ. എല്ലാ കാലതാമസങ്ങളും ആശയക്കുഴപ്പവും തടസ്സങ്ങളും നീ എന്നേക്കുമായി നീക്കം ചെയ്ത് ഞങ്ങളുടെ വസ്തു വിൽക്കുന്നതിനുള്ള എല്ലാ ബന്ധനങ്ങളും നീ മാറ്റിക്കളഞ്ഞ് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഇതുമായുള്ള എല്ലാ ചർച്ചകളിലും കരാറുകളിലും അങ്ങയുടെ ജ്ഞാനം ഞങ്ങളെ നയിക്കട്ടെ. കർത്താവേ, ഈ പ്രക്രിയയെ അങ്ങയുടെ സംരക്ഷണവും സമാധാനവും കൊണ്ട് വലയം ചെയ്യണമേ. കർത്താവേ, ഈ വസ്തു വിൽപ്പന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഒരു സാക്ഷ്യമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വസ്തുവിനെ സംബന്ധിച്ചതെല്ലാ കാര്യങ്ങളും ശുദ്ധമായ രീതിയിൽ പൂർത്തീകരിക്കാൻ കർത്താവേ, അങ്ങ് ഇന്നിപ്പോൾ ഇടപെടണമേ. അങ്ങ് ഞങ്ങൾക്ക് മുൻപേ പോയി വളഞ്ഞ സ്ഥലങ്ങളെ നേരെയാക്കി ഞങ്ങൾക്കെല്ലാം നീ ക്രമീകരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വസ്തു വിൽക്കാനുള്ള ഓരോരുത്തരുടെയും തടസ്സങ്ങൾ മാറ്റി നിന്റെ അനുഗ്രഹം ആ വസ്തുവിന്മേൽ വ്യാപരിക്കട്ടെ. ആ വസ്തു വാങ്ങുന്ന വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, മുഴുവൻ തുകയും കടം പറയാതെ മുഴുവൻ തുകയും തന്നു തീർത്ത് ഒരു ശാശ്വതമായ സമാധാനപരമായ രീതിയിൽ ഈ വിൽപ്പന നടത്തി ഇതിനുള്ള എല്ലാ പേപ്പേഴ്സും ആർക്കും തർക്കമില്ലാതെ, ആർക്കും പരാതിയില്ലാതെ, ആർക്കും ഉപദ്രവമില്ലാതെ ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സും ആധാരം ചെയ്യുന്നതിന് നീ കൃപ കൊടുക്കണമേ. ഇതിനാവശ്യമായ മുന്നാധാരവും മറ്റെല്ലാ പേപ്പേഴ്സും തയ്യാറാക്കി ഇതിലാരും ആരെയും
ചതിക്കുവാനോ വഞ്ചിക്കാനോ നീ ഇടവരുത്താതെ ഇതിൻ്റെ യഥാർത്ഥ വില ലഭിച്ച് ഇത് യഥാർത്ഥ വ്യക്തിക്ക് കൊടുക്കുന്നതിന് ഇന്ന് നീ വ്യക്തികളെ ഒരുക്കണമേ. കർത്താവേ, നല്ലൊരു വസ്തുവിനു വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക്, ന്യായമായ വിലയ്ക്ക് വസ്തു വാങ്ങാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹം ഇന്ന് ഈ വസ്തു വിൽപ്പനയിലൂടെ നീ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വസ്തു വിറ്റിട്ട് കടം തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ. വസ്തു വിറ്റിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നീ നടത്തിച്ചു കൊടുക്കണമേ. കർത്താവേ, വസ്തുവിന്മേലുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വസ്തു തർക്കങ്ങൾ കാരണം വേദനിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വസ്തു തർക്കങ്ങൾ കാരണം സഹോദരങ്ങൾ അകന്ന് താമസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വസ്തു ഉള്ളത് കാരണം കുടുംബ കലഹത്തിലെത്തി കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്ന ആ വസ്തുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതവസ്ഥയിലും നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് പാരമ്പര്യത്തിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ, പൂർവികരിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ വസ്തു, ഞങ്ങളുടെ തന്നെ അധ്വാനത്തിലൂടെ ഞങ്ങൾ വാങ്ങിയ വസ്തു, ഇവയെല്ലാം ഇപ്പോൾ നിന്റെ തിരുരക്തമൊഴുകി വിശുദ്ധീകരിക്കണമേ. ആ വസ്തുവിൽ ഇന്ന് വരെ കയറിയിറങ്ങിയ വ്യക്തികൾ, ഇനി കയറിയിറങ്ങാൻ പോകുന്ന വ്യക്തികൾ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വസ്തുവിനെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണം. അതിൻ്റെ 4 മൂലയിലും കർത്താവിൻ്റെ ശക്തരായ ദൂതർ ഇപ്പോൾ നിൽക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വസ്തുവിലുള്ള സകല അശുദ്ധിയും യേശു നാമത്തിൽ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. അന്ധകാരം പിടിച്ചു കിടക്കുന്ന അന്ധകാര അവസ്ഥയിലായ വസ്തുക്കളെ, ആർക്കും കയറാൻ പോലും തോന്നാത്ത വസ്തുക്കളെ, ഫലം തരാത്ത വൃക്ഷങ്ങളുള്ള വസ്തുക്കളെ ഇപ്പോൾ യേശുവേ അതിൻ്റെ ശാപക്കെട്ടുകളിൽ നിന്ന് ആ വസ്തുക്കളെ നീ മാറ്റണമേ. ആ വസ്തുവിൽ ഉണ്ടായ ഏതെങ്കിലും വേദനാജനകമായ കാര്യങ്ങൾ സാക്ഷിയായി നിൽക്കുന്ന ആ വസ്തുവിനെ ഇപ്പോൾ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാനമാണ് ഞങ്ങൾക്കുള്ള വസ്തുക്കൾ, നിന്റെ ദാനമാണ് ഭൂമി മുഴുവനും. അതിനാൽ ഈ ഭൂമി ആർക്ക് കൈവശപ്പെടുത്താം എന്ന് നീയാണ് തീരുമാനിക്കുന്നത്. സൗമ്യതയുള്ളവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവർ ഭൂമി കൈവശപ്പെടുത്തും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയിൽ തന്നെ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വസ്തു വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ശക്തമായി നീ ഇടപെട്ട് അവരെ നീ സഹായിക്കണമേ. കർത്താവേ, വസ്തു വിൽക്കാൻ തടസ്സങ്ങൾ എല്ലാം നീ കാണുന്നല്ലോ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വിൽക്കാനുള്ള വസ്തുവിൻ്റെ തടസ്സങ്ങൾ മാറ്റി കർത്താവിൻ്റെ സമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ശരിയായ പേപ്പേഴ്സും കൂടി അത് ആധാരം ചെയ്ത് പണം മൊത്തമായി കൊടുത്തു തീർക്കാൻ അതിനുള്ള വ്യക്തികളെ നീ തയ്യാറാക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ സഹോദരന്മാരുടെ ഹൃദയാഭിലാഷങ്ങളെ ഞാൻ നിനക്ക് തരുന്നു. അവർ ഉദ്ദേശിക്കുന്ന അവരുടെ കാര്യങ്ങളിൽ നീ ഒരു വഴിയുണ്ടാക്കി കർത്താവേ, എല്ലാ തടസ്സങ്ങളും മാറ്റി ഇവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും യേശുനാമത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വസ്തുക്കളെ സമർപ്പിക്കുന്നു, താമസിക്കുന്ന ഭവനത്തെ സമർപ്പിക്കുന്നു. സകലവിധ പൈശാചിക ദുഷ്ടശക്തികളുടെയും ആധിപത്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. കർത്താവേ, നീ ആധിപത്യം എടുക്കണമേ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ, ഞങ്ങൾ വാങ്ങാൻ പോകുന്ന സ്ഥലത്തെ, ഞങ്ങൾക്കുള്ള എല്ലാ സമ്പത്തിനെയും സ്ഥലങ്ങളെയും ഭവനത്തെയും വീടിനെയും ഈശോയെ നിന്റെ ആധിപത്യത്തിൽ ഞാൻ ഭരണമേൽപ്പിക്കുന്നു. എന്നേക്കുമായി നീ ഭരണം നടത്തണമേ. കർത്താവേ, ക്രിസ്തു രാജാവേ, നീ എന്നേക്കുമായി ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് ദാനമായി നൽകിയ വസ്തുവകകളിന്മേലും നിന്റെ ഭരണം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും വസ്തു വിൽക്കാൻ ആഗ്രഹിച്ചിട്ട്
നാളുകളായി പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങൾ നീ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, വസ്തുവിന്മേലുള്ള എല്ലാ തർക്കങ്ങളും ഇതോടെ നീ മാറ്റിക്കളയണമേ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നീ നൽകിയ ഭൂമിയെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതിനാൽ ഞങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം നിനക്കത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ഈ പ്രാർത്ഥനയിലൂടെ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ അനുഗ്രഹം നൽകി അവരുടെ വസ്തു യാതൊരു പ്രയാസങ്ങളും കൂടാതെ എല്ലാം വ്യക്തമായ പേപ്പേഴ്സോടുകൂടി വ്യക്തതയോടുകൂടി ക്രയവിക്രയം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും കർത്താവെ നീ തന്നെ ഇടപാടാക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ രാജ്ഞിയായ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ വസ്തു വാങ്ങാനും വിൽക്കാനുമുള്ളവർക്ക് വേണ്ടിയും വസ്തു സംബന്ധമായ സകല തർക്കങ്ങളും പരാതികളും കലഹങ്ങളും ഇതോടെ നീങ്ങിപ്പോകുന്നതിന് പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കായി മുട്ടിപ്പായി നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ വസ്തു സംബന്ധമായ എല്ലാ ഇടപാടുകളിലും ദൈവം നേരിട്ട് ഇടപെട്ട് അത് സാധിച്ചു തരട്ടെ. നിനക്ക് അനുയോജ്യമായ ഒരു വിധി ഉണ്ടാകട്ടെ. നിന്റെ ആഗ്രഹങ്ങളിൽ കർത്താവ് ഇന്ന് ഇടപെട്ട് അതെല്ലാം സാധിച്ചു തരട്ടെ. നിന്റെ വസ്തു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ ഈ പ്രാർത്ഥനയിലൂടെ നീങ്ങിപ്പോകട്ടെ. വസ്തുവിൻ്റെ വിൽപ്പനയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറി ന്യായമായ വിലയ്ക്ക് കർത്താവ് തന്നെ നിനക്കത് വിറ്റു തരട്ടെ. കർത്താവ് നിന്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ തിരുരക്തത്താൽ നിന്റെ വസ്തുവിന്മേലുള്ള സകല ശാപദോഷ ബന്ധനങ്ങളും ഇതോടെ മാറിപ്പോകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ, നിങ്ങളുടെ വസ്തുവകകളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.